പാലക്കാട് ലോക്സഭാ മണ്ഡലം നിലനിർത്തി UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ 2019 മിന്നും വിജയമാണ് VK ശ്രീകണ്ഠൻ പാലക്കാട് ഇക്കുറി സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം മണ്ഡലം തിരിച്ചുപിടിക്കാനായി PB അംഗം A വിജയരാഘവനെ LDF ഇറക്കിയെങ്കിലും തന്ത്രം വിജയിച്ചില്ല. പാലക്കാട് ഇക്കുറിയും VK ശ്രീകണ്ഠൻ തന്നെ CPM സ്ഥാനാർത്ഥി A വിജയരാഘവനെ പരാജയപ്പെടുത്തിയാണ് UDFിലെ സിറ്റിംഗ് MP കൂടിയായ ശ്രീകണ്ഠൻ മണ്ഡലം നിലനിർത്തിയത്. ഒരു 4 ഇരട്ടി വിചാരിച്ചു. ഒരു പൂവാണ് ഞാൻ ചോദിച്ചത്. എനിക്കൊരു സ്നേഹം എന്ന് വെച്ചാൽ ലോക പ്രസിദ്ധമായ സ്നേഹമാണ്. പാലക്കാട്ടുകാർ നല്ല സത്യസന്ധരാണ്, നല്ല ആത്മാർത്ഥതയുള്ളവരാണ്, നല്ല വിശാല മനസ്കതയുള്ളവരാണ്, ആതിഥേയ മര്യാദയുള്ളവരാണ്. നമ്മൾ ആരെ കാണുമ്പോൾ സുഖമാണോ ചോദിക്കും, പാലക്കാട്ടുകാർ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കും. അത്രയും ഹൃദയം അടുപ്പം മറ്റുള്ളവരോട് സൂക്ഷിക്കുന്ന പാലക്കാടിനെ സേവിക്കാൻ എനിക്ക് വീണ്ടും കിട്ടിയ അവസരം വളരെ ആത്മാർത്ഥമായി വളരെ സത്യസന്ധമായി നിർവഹിക്കുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറാണ് 3ാം സ്ഥാനത്ത്. ചുവന്നുകോട്ടയായ പാലക്കാട്ട് നിന്നും 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPMലെ MP രാജേഷിനെതിരെ 11,637 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അട്ടിമറി വിജയം നേടിയത്. ഇക്കുറി 2ാം അംഗത്തിനാണ് പാലക്കാട്ട് ഇറങ്ങിയത്. 2011 ഒറ്റപ്പാലത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. CPM നേതാവ് M ഹംസയോടായിരുന്നു അന്ന് പരാജയം ഏറ്റുവാങ്ങിയത്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം. 1993 KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായി, 2006 KPCC നിർവാഹക സമിതി അംഗമായി, 2012 KPCC സെക്രട്ടറി, 3 തവണ തുടർച്ചയായി ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചു ജയിച്ചു. പാലക്കാട് DCC പ്രസിഡന്റുമായിരുന്നു. NCV ന്യൂസ് തൃത്താല. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.